ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പൊതുവിൽ പരിചിതമായ ഒരു ചാപ്റ്റർ, ഇൻഡയറക്റ്റ് സ്പീച്ചിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെൻസ് പഠിച്ച ആ നോളജ് ഈ ചാപ്റ്ററിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചില തരത്തിലുള്ള സെൻറ്റൻസുകളെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. പോകെ പോകെ കാര്യങ്ങൾ പറയാം. നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിച്ചപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് ആക്റ്റീവിൽ നിന്ന് പാസീവ് വോയിസ് ആക്കിയത്. അതുപോലെ ഇവിടെ 4 തരം സെൻറ്റൻസുകളെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ നമ്മൾ പഠിക്കണം. അത് ആരെയൊക്കെയെന്ന് പറഞ്ഞാൽ, നമ്മൾ പാസീവ് വോയിസിൽ പഠിച്ചപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്ന സംഭവം പഠിച്ചു, ഇമ്പറേറ്റീവുകൾ പഠിച്ചു, ഇൻ്ററോഗേറ്റീവുകൾ പഠിച്ചു. ഇവിടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളും കൂടെ വരും. ആദ്യം പറഞ്ഞ 3 നിങ്ങൾക്ക് വ്യക്തമായ പരിചയം കാണും. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ഒരു വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ്. ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻ്ററോഗേറ്റീവ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും കൂടെ ഇതിനകത്ത് വരും. ഓക്കെ, നമ്മൾ എക്സ്ക്ലമേറ്ററി സൈൻ വെച്ച് എന്തെങ്കിലും ആശ്ചര്യത്തോടു കൂടി പറയുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, ഓരോന്നിനെയും വിശദമായി പഠിക്കാം. ഈ 4 തരം സെൻറ്റൻസുകളെയും നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റണം. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഈ ചാപ്റ്ററിനെ സമീപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് ടെൻസിനെ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. എല്ലാ സെൻറ്റൻസുകളിലും എഴുതേണ്ടി വരില്ല. എവിടെയാണ് എഴുതേണ്ടത്, എവിടെയാണ് എഴുതാണ്ടതെന്ന് പോകുന്ന വഴി പറയാം. അപ്പോൾ ടെൻസിനെ മാറ്റം വരുത്തേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് അവ മാറുന്നത് എന്നൊരു ധാരണ മനസ്സിലുണ്ടായിരിക്കണം. ആ ധാരണയാണ് ആദ്യത്തെ അറിവാറ്റി ഇതിനകത്ത് നേടേണ്ടത്. നമുക്കതിനെ വ്യക്തമായി മനസ്സിലാക്കാം. നോക്കിയേ, ഇപ്പം ഞാൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലോട്ട് പോകുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആകും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഈ 4 കാര്യം നമ്മളെ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. അതിന് ഒന്നും കൂടി ചുരുക്കി എളുപ്പം ഓർമ്മിക്കാൻ കഴിയും. അതാത് പ്രസൻറ്റ് രൂപങ്ങൾ അതാത് പാസ്റ്റ് രൂപങ്ങളായി മാറും. ഒന്നുകൂടി, അതാത് പ്രസൻറ്റ് രൂപങ്ങൾ അതാത് പാസ്റ്റ് രൂപങ്ങളായി മാറും എന്ന് പറഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആകും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. അതാത് പ്രസൻറ്റ് രൂപങ്ങൾ അതാത് പാസ്റ്റ് രൂപങ്ങളായി മാറും. ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ മാറ്റം വരും. പാസ്റ്റിൻ്റെ കാര്യത്തിൽ 2 ആളെ പരിചയപ്പെട്ട് വെക്കുക. 2 ആളിൻ്റെ ആവശ്യമേ ഉള്ളൂ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, അതായത് ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, അത് ഇൻഡയറക്റ്റിലോട്ട് പോകുമ്പം പാസ്റ്റിൻ്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് അതിൻ്റെ പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. ഇനി അറിയേണ്ടത്, ഫ്യൂച്ചറിനെയൊന്നും എല്ലാം പരിചയപ്പെട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല, അതൊന്നും റിപ്പോർട്ട് സ്പീച്ചിൽ ആവശ്യമില്ല. പിന്നെ അറിയേണ്ടത് വിൽ, ഷാൾ, ക്യാൻ, മേ പോലെയുള്ള മോഡൽ ഓക്സിലറി ഉണ്ടല്ലോ, അത് അതിൻ്റേതായ ഒരു പാസ്റ്റ് കൺസെപ്റ്റിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ വില്ല് വുഡ് എന്ന് പറയാം, ഷാള് ഷുഡ് എന്ന് പറയാം, ക്യാന് കുഡ് എന്ന് പറയാം, മേ എന്ന് പറയുന്നത് മൈറ്റ് എന്ന് പറയാം. അതാതിൻ്റെ ഒരു പാസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വില്ല് വുഡാവും, ഷാള് ഷുഡാവും, ക്യാന് കുഡാകും, മേ എന്താകും, മൈറ്റ് ആകും. അതിനകത്തൊക്കെ ചില വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ പൊതുവായുള്ള ചേഞ്ച് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താ ആ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചത് എന്താണ്? പ്രസൻറ്റ് രൂപങ്ങൾ അതാത് പാസ്റ്റ് രൂപങ്ങളായി മാറും. പാസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് രൂപങ്ങളായി മാറും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നെ മോഡൽ ഓക്സിലറിയ അതിൻ്റെ ഒരു V2 കൺസെപ്റ്റിൽ, വില്ലിൻ്റെ ഒരു V2 കൺസെപ്റ്റ്, വുഡ്. ശരിക്കും അത് V2 കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല. വില്ല് വുഡും എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഷാള് ഷുഡ്, ക്യാന് കുഡ്, മേ മൈറ്റ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് മാറും.
അപ്പോൾ ഈ ധാരണ ഉണ്ടായിരിക്കണം. എക്സസൈസ് ചെയ്യുമ്പോൾ അത് ചെയ്ത് പോകുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. ഇനി പഠിക്കേണ്ടത് ചില വേർഡ്സിൽ വരുന്ന മാറ്റങ്ങൾ കാണും. ചില വാക്കുകളെ മാറ്റി എഴുതേണ്ടി വരും. ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു വാക്കിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റവും ചിലപ്പോൾ വേറൊരു രീതിയിൽ എഴുതേണ്ടി വരും. അപ്പോൾ ശരിക്കും എന്തായതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കാര്യം പറയുന്നു, അത് ഡയറക്റ്റ് സ്പീച്ച്. ആ കാര്യം അയാൾ മറ്റൊരാളുടെ പറയുന്നു, അത് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് തന്നെയാണ് അതിൻ്റെ രീതി. നമ്മൾ സാധാരണ വാക്കിൽ പറയണമെങ്കിൽ നുണ പറയലെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഈ സാധനം. ഞാൻ ഒരാളുടെ ഒരു കാര്യം പറയുന്നു, അത് അയാൾ വേറൊരാളുടെ പറയുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഞാൻ ഒരാളുടെ ഒരു കാര്യം പറയുന്നു, അത് അയാളല്ലാതെ വേറൊരാൾ കേട്ടു, എന്നിട്ട് ആ ആൾ മറ്റൊരാളുടെ പറയുന്നു, അതും ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. എന്ന് പറഞ്ഞാൽ 2 പേർക്ക് റിപ്പോർട്ട് ചെയ്യാം. ഞാൻ ആരടുത്താണോ പറഞ്ഞത് അയാൾക്ക് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം, അത് കേട്ടുകൊണ്ട് നിന്ന മറ്റൊരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങാം. ഇത് ഓർമ്മിച്ചിരിക്കുമല്ലോ, ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ ഓർമ്മിച്ചിരിക്കുമല്ലോ. ഇനി ചേഞ്ചസ് ഇൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ് ആഡ്വർബിലൊക്കെ വരുന്ന വാക്കുകൾ. ഞാനിപ്പോൾ ടെക്നിക്കൽ വാക്ക് പറയുന്നില്ല. ചേഞ്ചസ് ഇൻ വേർഡ്സ്, വാക്കുകളിൽ വരുന്ന മാറ്റം കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എക്സസൈസിലേക്ക് പോകാം. അപ്പം നമുക്ക് ചേഞ്ചസ് ഇൻ വേർഡ്സ്, നമ്മൾ അഡ്ജക്റ്റീവ് ആഡ്വർബിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം. ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് പോകുമ്പം ദിസ് എന്ന വാക്ക് ദാറ്റായി മാറും. ദീസ് ദോസാകും. ഹിയർ ദേറാകും. നൗ ദെന്നാകും. എഗോ ബിഫോറായി മാറും. ടുഡേ ദാറ്റ് ഡേ ആയിട്ട് മാറും. അതുപോലെ ടു നൈറ്റ് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളത് 2 രീതിയിൽ മാറ്റാം. ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിലുണ്ടാവുക. ദ പ്രീവിയസ് ഡേ എന്നും എഴുതാം, ദ ഡേ ബിഫോർ എന്നും എഴുതാം. യെസ്റ്റർഡേയെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ദ പ്രീവിയസ് ഡേ എന്നോ ദ ഡേ ബിഫോർ എന്നോ എഴുതാം. ഏതെങ്കിലും ഒന്നേ ഓപ്ഷന് കാണൂ. അതുപോലെ ടുമോറോ എന്ന വാക്കും 2 രീതിയിൽ മാറും. ദ നെക്സ്റ്റ് ഡേ എന്നോ ദ ഫോളോയിങ് ഡേ എന്നോ മാറും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇത് പറഞ്ഞില്ല, ഇത് കാണാതെ പഠിച്ച് നിൽക്കേണ്ട. ഇത് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ കിട്ടും. എങ്കിലും അത് നോക്കി വെക്കുക. ദിസ് ദാറ്റ്, ദീസ് ദോസ്, ഹിയർ ദെയർ, നൗ ദെൻ, എഗോ ബിഫോർ, ടുഡേ ദാറ്റ് ഡേ, ടു നൈറ്റ് ദാറ്റ് നൈറ്റ്. അതുപോലെ യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ, ദ ഡേ ബിഫോർ. അതുപോലെ ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, അതാ ഇവിടെ വരണം. അതുപോലെ തന്നെ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിലെ വാക്ക് ഓർമ്മിച്ചിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ വാക്കൊന്ന് പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഡയറക്റ്റ് സ്പീച്ചിലെ വാക്ക് എഴുതിയിട്ടിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് തനിയെ ഒരു പേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. 1-2 തവണ ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ നിൽക്കും. നമ്മളത് ബാക്കി ചോദ്യത്തിലും കൂടെ ചെയ്യുമ്പോൾ അത് ഓർമ്മ വരും. ഓക്കെ ആണല്ലോ. ഇവിടെ ഓവറായ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പൂർണ്ണമായി എഴുതുകയല്ല ചെയ്യുന്നത്. കാര്യം നമുക്ക് പരീക്ഷാ ഹാളിൽ പഠിക്കുമ്പം പൂർണ്ണമായി എഴുതുകയാണെങ്കിലും പരീക്ഷാ ഹാളിൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ചൂസ് ദ ബെസ്റ്റ് എന്നുള്ള നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലും ഇത് തന്നെയാണ്. ഏറെക്കുറെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ വേർഡ്സിൽ ഇപ്പോൾ ഇത് കൂടാതെ തന്നെ കുറച്ച് ചേഞ്ചസും കൂടെ ഉണ്ട്. അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയുള്ളത് നെക്സ്റ്റ് വീക്ക്, അതുപോലെ നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ. ഇങ്ങനെ നെക്സ്റ്റ് ചേർന്ന് വരുമ്പോൾ അത് നെക്സ്റ്റ് വീക്ക് എന്നാകാം, നെക്സ്റ്റ് മന്ത് എന്നാകാം, നെക്സ്റ്റ് ഇയർ എന്നാകാം. അത് ദ ഫോളോയിങ് എന്നായി മാറും. നെക്സ്റ്റ് എന്നുള്ളത് എന്തായി മാറും? ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക് എന്നായി മാറും. നെക്സ്റ്റ് മന്ത് ദ ഫോളോയിങ് മന്ത് എന്നായി മാറും. നെക്സ്റ്റ് ഇയർ ദ ഫോളോയിങ് ഇയർ എന്നായി മാറും. നെക്സ്റ്റ് എന്നുള്ളത് ദ ഫോളോയിങ് എന്നായിട്ട് മാറും. അതുപോലെ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് എന്നുള്ളത് ദ പ്രീവിയസ് എന്നായി മാറും. ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക് എന്നായി മാറും റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അതുപോലെ ലാസ്റ്റ് മന്ത് ദ പ്രീവിയസ് മന്ത് എന്നായിട്ട് മാറും. ലാസ്റ്റ് ഇയർ ദ പ്രീവിയസ് ഇയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്നുള്ളത് ദ ഫോളോയിങ് ആയിട്ട് മാറും. ലാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ ദ പ്രീവിയസ് എന്നുള്ളതായിട്ട് മാറും. ഈ 2 വാക്കുകളും ഇവിടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദ ഡേ ബിഫോർ എസ്റ്റർഡേ, ദ ഡേ ബിഫോർ എസ്റ്റർഡേ, എസ്റ്റർഡേക്ക് ഇന്നലേക്ക് മുമ്പുള്ളത്. നമ്മൾ മെനങ്ങാന്ന് എന്നൊക്കെ പറയുന്ന വാക്ക്. ദ ഡേ ബിഫോർ എസ്റ്റർഡേ എന്നുള്ളത് 2 days ബിഫോർ എന്നായിട്ട് മാറും. 2 days ബിഫോർ. അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമാറോ, നാളെ കഴിഞ്ഞ അടുത്ത ദിവസം, നമ്മൾ മറ്റന്നാൾ എന്ന് പറയുന്ന പ്രയോഗം ഇൻ 2 days ടൈം എന്നായി മാറും. അപ്പോൾ ദ ഡേ ബിഫോർ എസ്റ്റർഡേ എന്നുള്ളത് 2 days ബിഫോർ എന്നും ദ ഡേ ആഫ്റ്റർ ടുമാറോ എന്നുള്ളത് ഇൻ 2 days ടൈം എന്നും മാറും. അതുപോലെ നെക്സ്റ്റ് വീക്ക് പോലെയുള്ളത് ദ ഫോളോയിങ് എന്നായിട്ട് മാറും. ലാസ്റ്റ് വീക്ക് പോലെയുള്ളത് ദ പ്രീവിയസ് എന്നായിട്ടും മാറും. വളരെ
പ്രധാനമാണിത്. കാര്യം ഇത് ഒരു കടലാസിൽ കുറിച്ച് വെച്ച് 1-2 പ്രാവശ്യം അത് നോക്കണം. ഓക്കെ, നോക്കിയിട്ട് നമുക്ക് കാണാപ്പാഠം എന്ന് പറയുന്നതല്ല ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് നോക്കി ഒന്ന് മനസ്സിലാക്കി ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം എക്സസൈസിലോട്ട് വരുന്നു. എക്സസൈസിൽ ഇതും കൂടെ ചേർത്ത് എഴുതുമ്പോൾ ആവർത്തി നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പതിഞ്ഞു നിൽക്കും. അത്ര പ്രയാസമുള്ളൊരു കാര്യങ്ങളല്ല ഇതൊന്നും. കാര്യം നമുക്ക് ഓപ്ഷനിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. അപ്പോൾ പ്രാഥമികമായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ 4 തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുന്നത്. അത് ആരൊക്കെയെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിനെ, ഇമ്പറേറ്റീവിനെ, ഇൻ്ററോഗേറ്റീവിനെ, എക്സ്ക്ലമേറ്ററിയെ. ടെൻസിൽ മാറ്റം വരുമ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കണം. അതുപോലെ ചേഞ്ചസ് ഇൻ വേർഡ്സിൽ എങ്ങനെയാണ് വാക്കുകളിൽ മാറ്റം വരുന്നതെന്നുള്ളതും ഒരു ധാരണയുണ്ടായിരിക്കണം. ഏറെക്കുറെ ഇത്രയും ധാരണയായി കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസിലോട്ട് പോകാം. ഇനിയും ചില വാക്കുകളിൽ മാറ്റം വരും. ഇപ്പോൾ ഐ എന്നുള്ള വാക്ക് എന്നൊക്കെ ഉള്ളതിന് ചില മാറ്റങ്ങൾ വരും. അത് എക്സസൈസിലൂടെ പഠിക്കുന്നതാണ് അതിൻ്റെ ഒരു എളുപ്പ രീതി. അതാണ് അതിൻ്റെ പഠന ശൈലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കാം. 2019 മുതൽ പിന്നിലോട്ട് ഏകദേശം 2003 വരെയൊക്കെയുള്ള കാലഘട്ടത്തിലെ പരീക്ഷ നോക്കിയാൽ അറൗണ്ട് 180ഓളം ചോദ്യങ്ങളാണ് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അതിനെ ഒരു ഒബ്ജക്റ്റീവ് ആംഗിളിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ ഹി സെഡ്. ചേഞ്ച് ദിസ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ ടെൻസ് ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡോണ്ട് ലൈക്ക്. ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. കാരണം ഐ ഡോണ്ട് ലൈക്ക് ദ ടീ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഡോണ്ട് ലൈക്ക് എന്നുള്ളത് എന്തായിട്ട് മാറണം? ഡിഡിൻറ്റ് ലൈക്ക് എന്ന് മാറണം. ഓപ്ഷനിൽ ഡിഡിൻറ്റ് ലൈക്ക് എന്നുള്ള ഓപ്ഷൻ കണ്ടെത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക്, ഡു നോട്ട് ലൈക്ക്, ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല. ഓക്കെ, രണ്ടാമത്തെ നോക്ക്, ഡിഡിൻറ്റ് ലൈക്ക് ആൻസറാണ്. മൂന്നാമത്തെ നോക്ക്, ഡസിൻറ്റ് ലൈക്ക് പരിഗണിക്കാൻ കഴിയില്ല. നാലാമത്തെ നോക്ക്, ഹാഡ് നോട്ട് പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ഏത് മാത്രമേ വന്നുള്ളൂ? ഡിഡിൻറ്റ്. ഡിഡ് നോട്ട് ലൈക്കിൻ്റെ പാസ്റ്റ് ഏതാണ്? ഡിഡിൻറ്റ് ലൈക്ക്. സോ ആൻസർ ഏത്? ഓപ്ഷൻ ബി. നമ്മൾ ടെൻസ് മെത്തേഡിലാണ് എന്ത് ചെയ്തത്? ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം, ദ ഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ് സെഡ് നവീൻ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ള സെൻറ്റൻസ് നോക്ക്. ഐ കെയിം യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, സബ്ജക്റ്റിൽ ആരംഭിച്ചു, സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ടെൻസിൽ മാറ്റം വരും. എന്ത് ടെൻസാണ് കിടക്കുന്നത്? കെയിം ആണ് കിടക്കുന്നത്. ഏതാണ് കിടക്കുന്നത്? കെയിം ആണ് കിടക്കുന്നത്. കെയിം എന്ന് പറയുന്നത് കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പം എന്തിലേക്ക് മാറണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറണം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകണം. V2 ഹാഡ് പ്ലസ് V3 ആകണം. അപ്പോൾ കെയിം എന്നുള്ളത് എന്തായിട്ട് മാറണം? ഹാഡ് കം എന്നായിട്ട് മാറണം. ഓപ്ഷനിൽ ഹാഡ് കം ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഇവിടെ നോക്ക്, ഇവിടെ കെയിം പരിഗണിക്കേണ്ട കാര്യമില്ല. ഹാഡ് കം ആൻസറായി വരാം. കെയിം പരിഗണിക്കേണ്ട കാര്യമില്ല. ഹാസ് കം പരിഗണിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. നവീൻ സെഡ് ദാറ്റ് ഹി ഹാഡ് കം ദെയർ ദ ഡേ ബിഫോർ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ്. അപ്പോൾ ഏറ്റവും എളുപ്പമാണ് ടെൻസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ടെൻസ് ഈക്വലായി വരുന്നെങ്കിൽ മാത്രം അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി. ഐ സെഡ് ടു കാവ്യ ഹി നെവർ പേയ്സ് ഹിസ് ഡെപ്റ്റ്. 2019 VEO പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. നമുക്ക് 2 സെൻറ്റൻസ് കിടക്കുന്നു. നമുക്ക് നമ്മുടെ നിയമമായിട്ട് പോകാം. ഡോണ്ട് ലെൻഡ്. ഓക്കെ, ഡോണ്ട് ലെൻഡ് ഇത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കിടക്കുന്നത് ഡു എന്ന വെർബിലാണ് ആരംഭിച്ചത്. അങ്ങനെയുള്ള സെൻറ്റൻസുകളെ ഇമ്പറേറ്റീവുകൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇമ്പറേറ്റീവുകൾ. ഇമ്പറേറ്റീവുകളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, ടെൻസിന് ചേഞ്ച് വരില്ല. ടെൻസിന് ചേഞ്ച് വരില്ല.
ഡോണ്ടിൽ ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് നോട്ട് എന്നുള്ള നോട്ട് ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഓർമ്മിച്ചിരിക്കുക, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡോണ്ടിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നോട്ട് ടു എന്ന് വരും. ടെൻസിന് മാറ്റം വരുമോ? മാറ്റം വരില്ല. കാര്യം എന്താ? ഇമ്പറേറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ആൻസർ എന്ത് വരണം? ഡോണ്ട് ലെൻഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കുമ്പോൾ നോട്ട് ടു ലെൻഡ്, LEND തന്നെ വരണം, ടെൻസ് ചേഞ്ച് വരില്ല. നോട്ട് ടു ലെൻഡ് എന്ന് വരണം. അപ്പോൾ അത് ഓപ്ഷനിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. നോക്ക്, ഓപ്ഷൻ എയിൽ നോട്ട് ടു ലെൻഡ് ഉണ്ട്, അപ്പോൾ അതിനെ പരിഗണിക്കാം. രണ്ടാമത്തത് നോട്ട് ടു ലെൻഡ്, ലെൻഡിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ? LENT ആണ്. അപ്പോൾ അത് പാസ്റ്റായിട്ട് മാറി, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പരിഗണിക്കാൻ പറ്റില്ല. കാര്യം ഇമ്പറേറ്റീവിന് ടെൻസ് ചേഞ്ച് വരില്ല. മൂന്നാമത്തതും നോട്ട് ടു ലെൻഡ് തന്നെയാണ്. നാലാമത്തതും നോട്ട് ടു ലെൻഡ് തന്നെയാണ്. അപ്പോൾ എയോ സിയോ ഡിയോ ആൻസറായി മാറാം. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കാം. നോക്ക്, രണ്ടാമത്തെ വേറൊരു സെൻറ്റൻസും കൂടെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഹി നെവർ പേയ്സ് ഹിസ് ഡെപ്റ്റ്. ഹി നെവർ പേയ്സ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഹി എന്നുള്ളത് നോക്ക്, ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് ചേഞ്ച് വരും. സിമ്പിൾ പ്രസൻറ്റ്, പേയ്സ് സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. പേ അല്ലെങ്കിൽ പേയ്സിൻ്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. നോക്ക്, ഇവിടെ പെയ്ഡ് വന്നു. ദെൻ രണ്ടാമത്തത് ഇനി നോക്കണ്ട, ഇവിടെ പേയ്സ് വന്നു. അപ്പോൾ ഈ ആൻസറും അല്ല, കാര്യം ഇവിടെ പേയ്സ് ആണ് വന്നത്. ലാസ്റ്റിലും എന്ത് വന്നു? പെയ്ഡ് വന്നു. ഓക്കെ, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഒന്നുകിൽ എ ആണ് ഇനി ആൻസർ, അല്ലെങ്കിൽ ഏതാണ്? ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ഏത് രീതിയിൽ വേർതിരിച്ചെടുക്കാമെന്ന് നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ അഡ്വൈസ്ഡ് കാവ്യ നോട്ട് ടു ലെൻഡ് അരുൺ എനി മണി ആസ് ഹി നെവർ പേയ്സ് ഹിസ് ഡെപ്റ്റ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഐ അഡ്വൈസ്ഡ് കാവ്യ നോട്ട് ടു ലെൻഡ് അരുൺ എനി മണി ആസ് ഹി ഓൾവേസ് പെയ്ഡ് ഡെപ്റ്റ്. ചോദ്യത്തിലെ നെവർ എന്നായിരുന്നു വാക്ക്. ആ നെവറിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ആൾവേസ് എന്ന് എഴുതിയിരിക്കുന്നു. സോ അതിനെ ഒഴിവാക്കാം. അപ്പോൾ ഇനി എയിൽ ഡി എ ഒഴിവാക്കി. ആൻസർ ഏത് തന്നെ? എ തന്നെ. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ടെൻസിൽ നിന്നില്ല. അടുത്ത് വേറൊരു കാര്യം നോക്കിയാൽ അതിലും നിന്നില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമുക്ക് എന്ത് ചെയ്തത്? ആൻസർ കിട്ടിയത്. 2019 VEO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. വളരെ റയറാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം നോക്കാം. ശ്യാം, ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ? അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. നമ്മൾ സെൻറ്റൻസ് ശ്രദ്ധിക്ക്. ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇതൊരു ഇൻ്ററോഗേറ്റീവ് അല്ലേ, ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസ് ആണ്. ചോദ്യ രൂപത്തിൽ 2 തരത്തിൽ സെൻറ്റൻസ് ഉണ്ട്. അത് ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ, അതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ആർ യു എ ഗുഡ് ബോയ്? അപ്പോൾ ആർ എന്ന സെൻറ്റൻസിലാണ് ആരംഭിച്ചത്. അപ്പോൾ അത് ഇൻ്ററോഗേറ്റീവിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് ആരംഭിക്കുന്നത്. അത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്തിലാണ് ആരംഭിച്ചത്? ഒരു ഓക്സിലറി വെർബിലാണ് ആരംഭിച്ചത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനെ ഇൻ്ററോഗേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്ത് വരും? ടെൻസിന് മാറ്റം വരും. ഇമ്പറേറ്റീവുകൾക്ക് മാത്രമാണ് ടെൻസിന് മാറ്റം വരാത്തത്. ഓക്കെ, അപ്പോൾ പഠിക്കാം. ഇപ്പോൾ ഏതാ ടെൻസ്? ഏതാ? ഡിഡ് യു വാച്ച്. അപ്പോൾ ഡിഡ് വാച്ച് ആകുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. എന്തായിട്ട് മാറണം? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഹാഡ് വാച്ച്ഡ് എന്ന് ഓപ്ഷനിൽ കാണണം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വാച്ച്ഡ്, അപ്പോൾ ആൻസർ പരിഗണിക്കേണ്ട. ഹാസ് വാച്ച്ഡ് പരിഗണിക്കേണ്ട. ഹാഡ് വാച്ച്ഡ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷനിലും ഹാഡ് വാച്ച്ഡ്. അപ്പോൾ രണ്ടിടത്ത് ഹാഡ് വാച്ച്ഡ് വന്നു. ഇനി നമുക്ക് വ്യത്യസ്തം മനസ്സിലാക്കാം. നമുക്ക് സി, ഓപ്ഷൻ സി, ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് ദ ടോക്ക് ഷോ ദ പ്രീവിയസ് ഡേ. അടുത്തത് ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ, ഇവിടെ പ്രീവിയസ് ഡേ. ക്വസ്റ്റ്യൻ നോക്ക്, യെസ്റ്റർഡേ എന്ന വാക്കാണ് കിടക്കുന്നത്. യെസ്റ്റർഡേ എന്ന വാക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറും. ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറും. സോ ആൻസർ ഏത്? ഓപ്ഷൻ സി. അപ്പോൾ എന്തൊക്കെ കാരണത്തിലാണ് ഇപ്പോൾ ആൻസറിലേക്ക് എത്തിയത്? ഡിഡ് വാച്ച് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരണം? പാസ്റ്റ് പെർഫെക്റ്റ് വരണം. അങ്ങനെ നമ്മൾ ആരെ സെലക്ട് ചെയ്തു? ഹാഡ് വാച്ച്ഡിനെ സെലക്ട് ചെയ്തു. ഇനി യെസ്റ്റർഡേ എന്നുള്ളത് എന്തായിട്ട് മാറണം? ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറണം. അങ്ങനെ ദ പ്രീവിയസ് ഡേയും സെലക്ട് ചെയ്തു. ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അഞ്ചാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്?
മദർ ടോൾഡ് ദ ചൈൽഡ്. അപ്പോൾ അതൊരു ചോദ്യ രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഡിഡ് യു ഹാവ്, അപ്പോൾ മനസ്സിലാക്ക് ഡിഡ് ഹാവ് സിമ്പിൾ പാസ്റ്റ് ആണല്ലോ. ആൻസറിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് കൺസെപ്റ്റ് വരണം. അങ്ങനെ ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഡിഡ്, ഹി, അങ്ങനെ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പരിഗണിക്കാനായിട്ട് കഴിയില്ല. പിന്നെ ഹാഡ് പിന്നെ പരിഗണിക്കണം. അതുപോലെ തന്നെ ഡിഡ് യു ഹാവ് പോലെയുള്ള വാക്കുകൾ പരിഗണിക്കേണ്ട, കാര്യം ഹാഡ് വരണം. അടുത്തത് ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ് വെദർ യു ഹാഡ്, ഇവിടെയും ഹാഡ് വന്നു. ഓക്കെ, അപ്പോൾ രണ്ടിടത്ത് ആൻസർ ഹാഡ് വന്നു. ഏതൊക്കെ? ഒന്ന് ഓപ്ഷൻ ബിയും വന്നു, പിന്നെ എവിടെയും വന്നു? ഓപ്ഷൻ ഡിയിലും വന്നു. ഏതാണ് ശരിയെന്ന് നോക്കാം. മദർ ആസ്ക്ഡ് ദ ചൈൽഡ് വെദർ ഹി ഹാഡ് ഹിസ് ലഞ്ച്. അടുത്തത് മദർ ആസ്ക്ഡ് ദ ചൈൽഡ് വെദർ യു ഹാഡ് യുവർ ലഞ്ച്. അപ്പോൾ ഇവിടെ ഈ ഹി ആണോ യു ആണോ എന്നുള്ളതാണ് ഇവിടെ കൺസെപ്റ്റ്. ചോദ്യത്തിലോട്ട് നോക്ക്. ദ മദർ ടോൾഡ് ദ ചൈൽഡ്. മദർ ആരടുത്താണ് പറഞ്ഞത്? ചൈൽഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് എങ്ങനെയായിരിക്കും? മദർ ചൈൽഡിനോട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. എന്ത് ചെയ്തു? ചൈൽഡ് എന്നുള്ളതിന് ഹി എന്ന് കൊടുക്കുമോ യു എന്ന് കൊടുക്കുമോ? ഹി അല്ലേ, അവൻ എന്ന് കൊടുക്കും. ഹി ഹാഡ് ഹിസ് ലഞ്ച്. കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആരോ ഒരാളാണ്, ആ ചൈൽഡ് അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹി എന്നുള്ളത്, ദ ചൈൽഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി എന്നായിട്ട് മാറും. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മദർ ആസ്ക്ഡ് ദ ചൈൽഡ് വെദർ ഹി ഹാഡ് ഹിസ് ലഞ്ച്. അപ്പോൾ ഇത് ആൻസറിലേക്ക് എത്തിയ ഘടകങ്ങളൊന്നും കൂടെ നോക്കാം. ടെൻസ് ഏത് ടെൻസ് ആയിരുന്നു? ഡിഡ് ഹാവ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ഹാഡ് കൺസ്ട്രക്ഷനിലേക്ക് വരണം. ഓപ്ഷനിൽ ബിയിലും ഡിയിലും ഹാഡ് ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ബി എന്നുള്ള ആൻസറിലേക്ക് എത്തിയത്? ഇവിടെ മദർ ടോൾഡ് ദ ചൈൽഡ് എന്ന് പറഞ്ഞത് ആ ചൈൽഡിനെ നമ്മൾ എന്തായിട്ടാണ് ഇവിടെ പറയുന്നത്? റിപ്പോർട്ട് ചെയ്യുമ്പം ഹി എന്ന് പറയും. മദർ ആസ്ക്ഡ് ദ ചൈൽഡ് വെദർ ഹി ഹാഡ് ഹിസ് ലഞ്ച്. ഇവിടെ യു എന്ന് വിളിക്കൂല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, ടീച്ചർ ടു ദ ബോയ് കൺസൾട്ട് എ ഡിക്ഷണറി. സെൻറ്റൻസ് വായിച്ചോ. കൺസൾട്ട് എ ഡിക്ഷണറി. അപ്പോൾ ഇൻവെർട്ട് കോമയ്ക്കകത്ത് കിടക്കുന്ന സെൻറ്റൻസ് ഒരു വെർബിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അത്തരം സെൻറ്റൻസുകളെ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. വെർബിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളെ എന്താ പറയുക? ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയും. ഇമ്പറേറ്റീവുകളെ റിപ്പോർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെൻസിന് എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം എന്തിന് മാറ്റം വരില്ല? ടെൻസിന് മാറ്റം വരില്ല. രണ്ട് സെൻറ്റൻസുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഇമ്പറേറ്റീവിൽ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പം ടു കൺസൾട്ട് എന്ന വാക്ക് ഓപ്ഷനിൽ വേണം. ടു കൺസൾട്ട് ടെൻസ് ചേഞ്ച് ആവില്ല. ഓപ്ഷനിൽ ഏത് വാക്ക് വേണം? ടു കൺസൾട്ട്. ടു എവിടെ നിന്നാണ് വന്നത്? ഇമ്പറേറ്റീവുകളെ റിപ്പോർട്ട് ചെയ്യുമ്പം സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ടു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷനിൽ ടു കൺസൾട്ട് എവിടെ ഉണ്ടെന്ന് നോക്കാം. ഓപ്ഷൻ എ, ദാറ്റ് ഹി മേ കൺസൾട്ട് എ ഡിക്ഷണറി. കൺസൾട്ട് മാത്രമേ ഉള്ളൂ, വേണ്ട. ഇവിടെ കൺസൾട്ടഡ് വേണ്ട. ഇവിടെ ടു കൺസൾട്ട്. ഓക്കെ, ദാറ്റ് ഹി കൺസൾട്ടഡ് ഇവിടെയും വേണ്ട. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആൻസർ ഏത്? ഓപ്ഷൻ സി. അപ്പോൾ ആൻസറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സെൻറ്റൻസ് നോക്കി, സെൻറ്റൻസ് ഇമ്പറേറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ കൺസൾട്ട് എന്ന വാക്ക് എന്തായിട്ട് വരണം? ടു കൺസൾട്ട് എന്ന് വരണം. എന്തേ കൺസൾട്ടഡ് എന്ന് വരാത്തത്? പാസ്റ്റ് ആക്കാത്തത് എന്തേ? ഇമ്പറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ടെൻസിന് മാറ്റം വരില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അരുൺ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാര്യം ഒരു സബ്ജക്റ്റിൽ ആരംഭിച്ചു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തുകൾ, ഇതുപോലെയുള്ള നമ്മൾ എന്താ പറയുക, പ്രോവർബുകൾ, കോട്ട്സ് ഒക്കെ പറയുമ്പോൾ അതിനെ ഒന്നും എന്ത് ചെയ്യില്ല, ടെൻസ് ചേഞ്ച് ചെയ്യില്ല. ഓർമ്മിക്കുക, പ്രപഞ്ച സത്യങ്ങൾ, അതുപോലെ പ്രോവർബ്, അതുപോലെ എന്താണ് ഈ കോട്ട്സ് ഒക്കെ പറയുമ്പോൾ അതിന് എന്ത് ചെയ്യില്ല, അതിനെ ടെൻസ് ചേഞ്ച് ചെയ്യില്ല. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ടെൻസ് ചേഞ്ച് ചെയ്യുകയില്ല. ഇവിടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് അത് റിപ്പോർട്ട് ചെയ്താലും എന്ത് തന്നെ പറയണം, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ ബിഗിൻസിന് എന്ത് വരാൻ പാടില്ല, വ്യത്യാസം വരാൻ പാടില്ല. ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ ബിഗാൻ, തെറ്റാണ്. ഓപ്ഷൻ ബി ബിഗിൻസ്, ഓക്കെ. ഓപ്ഷൻ സി ബിഗാൻ, വേണ്ട. ഓപ്ഷൻ ഡി ബിഗാൻ, വേണ്ട. വലിയ പരിക്കുകളില്ലാതെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി.
അനവധി ക്വസ്റ്റ്യനും നമുക്ക് ഇങ്ങനെ തന്നെ ആൻസറിലെത്താം. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. അരുൺ സ്റ്റേറ്റഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇവിടെ പുതുതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ചില ഭാഗങ്ങളിൽ ടെൻസിന് ചേഞ്ച് വരില്ല. അത് ആർക്കൊക്കെ വരാത്തത്? യൂണിവേഴ്സൽ ട്രൂത്തിന് വരില്ല, അതുപോലെ പ്രോവർബുകൾക്ക് വരില്ല, അതുപോലെ എന്ത് വരില്ല? ഇതുപോലെയുള്ള കോഡ്സ് പറയുമ്പോഴൊന്നും എന്ത് ചെയ്യില്ല? വരില്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. The teacher said to the students, when did you get up yesterday? അപ്പോൾ when did you get up yesterday? വെന്നിൽ തുടങ്ങിയ ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടെൻസ് ഒന്ന് നോക്കാം. എന്താ പറഞ്ഞാൽ? ഡിഡ് ഗെറ്റ്. അപ്പോൾ ഡിഡ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് വരണം? ഹാഡ് പ്ലസ് V3 കൺസ്ട്രക്ഷനിലേക്ക് വരണം. ഓപ്ഷനിൽ ആരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. The teacher asked the students when they get up. വേണ്ട. ഹാഡ് പ്ലസ് V3 വരണം. അടുത്തത് ഗോട്ട് അപ്പ്. വേണ്ട. അടുത്തത് ഹാഡ് ഗോട്ട്. ഓക്കെ. അടുത്തത് ഹാഡ് ബീൻ ഗോട്ട്. അതിൻ്റെ ആവശ്യമില്ല. ഹാഡ് പ്ലസ് V3 വന്നാൽ മതി. ഹാഡ് പ്ലസ് V3, അതായത് ഇവിടെ ഗെറ്റ് വെർബായതുകൊണ്ട് ഗെറ്റിൻ്റെ V3 ഏത്? ഗോട്ട്. ഹാഡ് ഗോട്ട് വന്നാൽ മതി. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഇവിടെ വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല. നമുക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ ടെൻസിൽ തന്നെ എന്ത് ചെയ്തു? ആൻസർ കിട്ടി. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ച് പോകണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം നോക്കാം. ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ്. അപ്പോൾ ഹാവ് യു റെഡ് ഒതല്ലോ ഇൻ്ററോഗേറ്റീവ് ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ടെൻസിന് മാറ്റം വരും. ഹാവ് റെഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഹാവ് V3 എന്നുള്ളത് ഹാഡ് V3 എന്നായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ഹാഡ് റെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടണം. അതാണ് ആൻസർ. നോക്കാം, ഓപ്ഷനിൽ നോക്കാം. ആദ്യത്തേൽ വന്നപ്പോൾ റെഡ് വേണ്ട, വുഡ് റെഡ് വേണ്ട, അടുത്തതിലോ റെഡ് വേണ്ട, 4ാമത്തെ ഓപ്ഷൻ വന്നപ്പോൾ ഹാഡ് റെഡ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. നമുക്കിവിടെ വേറൊരു ഓപ്ഷന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഒരു ഓപ്ഷനിൽ മാത്രമേ ആരുള്ളൂ? ഹാഡ് റെഡ് ഉള്ളൂ. 2017 LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്? ഹാവ് യു റെഡ് ഒതല്ലോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതൊരു ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ടെൻസിന് മാറ്റം വരും. ഹാവ് റെഡ് എന്ന ടെൻസാണ് കിടന്നത്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കിടന്നത്. അത് എങ്ങോട്ട് മാറണം? ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറണം. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അതായത് ടെൻസിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. അതാത് ടെൻസ് രൂപങ്ങൾ, അതാത് പ്രസൻറ്റ് രൂപങ്ങൾ അതാത് പാസ്റ്റ് രൂപത്തിലേക്ക് മാറും. അതായത് പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആവും. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇത്രയേ അതിൻ്റെ രീതിയേ ഉള്ളൂ. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കാം. ടോം സെഡ് ഐ ആം ലിവിങ് ഫോർ മദ്രാസ് ടുമോറോ. അപ്പോൾ ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ളത് ഐ ആം ലിവിങ് ഫോർ മദ്രാസ് ടുമോറോ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സബ്ജക്റ്റിൽ ആരംഭിച്ചു. ടെൻസിന് മാറ്റം വരും. ആം ലിവിങ്. ടെൻസ് ഏതാണ്? ആം ലിവിങ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതെന്തായിട്ട് മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ വാസ് ലിവിങ് എന്നായിട്ട് മാറണം. ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ വാസ് ലിവിങ് ആണ്. ഓപ്ഷൻ ബി വാസ് ലിവിങ് ആണ്. ഓപ്ഷൻ സി ഹി ഈസ് ലിവിങ്. അപ്പോൾ അത് ആൻസർ വരില്ല. ഓപ്ഷൻ ഡി വാസ് ലിവിങ്. അപ്പോൾ 3 വാസ് ലിവിങ് വന്നു. അപ്പോൾ ആ ടെൻസിൻ്റെ കാര്യത്തിൽ തീർന്നില്ല, ആൻസർ ഫിനിഷ് ആയില്ല. അടുത്തത് നോക്കാം. അടുത്തത് നോക്ക്. ഇപ്പോൾ ടുമോറോ എന്ന വാക്കാണ് ഇവിടെ ഉള്ളത്. ഈ ടുമോറോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ എ ദ നെക്സ്റ്റ് ഡേ വന്നു. ഓപ്ഷൻ ബി ടുമോറോ വന്നു. അപ്പോൾ ടുമോറോ അല്ലേ, നെക്സ്റ്റ് ഡേ വരണം. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സി നമ്മൾ നേരത്തെ വേണ്ട എന്ന് വെച്ചതാണ്. ഓപ്ഷൻ ഡിയിൽ നോക്കാം. അവിടെ എന്ത് വന്നു? ദ നെക്സ്റ്റ് ഡേ എന്ന് വന്നു. അപ്പോൾ ഒന്നുകിൽ ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നോക്കാൻ കാര്യം ഇതിൽ നോക്കേണ്ടത്, നോക്ക് ഇവിടെ ടോം സെഡ് ടു എന്നാണ് കിടക്കുന്നത്. ഇവിടെ ടോം സെഡ് ദാറ്റ് എന്നാണ് കിടക്കുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് ദാറ്റ് ആണ്. ഏതാണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കേണ്ടത് ഏതാണ്? ദാറ്റ് ആണ്. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കണക്റ്റിംഗ് വേർഡായിട്ട് ആര് ഉപയോഗിക്കേണ്ടത്? ടു ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എയും ആൻസർ അല്ല. നമുക്ക് ആൻസറിലെത്താം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി.
ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചു? ആം ലിവിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി, വാസ് ലിവിങ് ആയിട്ട് മാറി. ടുമോറോ എന്തായിട്ട് മാറി? ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറി. അതുപോലെ കണക്റ്റിംഗ് വേർഡ് ശ്രദ്ധിച്ചു, ഏതാ? ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡും വന്നു. അപ്പോൾ 2-3 കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം നോക്കാം. പ്രിയ സെഡ് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്? അപ്പോൾ ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ള ഭാഗം ഏതാണ്? വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്. അപ്പോൾ അതൊരു ഇൻ്ററോഗേറ്റീവാണ്, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ വരും. ശരിക്കും ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ വരും. വൈ ആർ യു വർക്കിംഗ് എന്നല്ലേ. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് ആണ്. ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യന് ടെൻസ് നോക്കാം. ഇവിടെ ആർ വർക്കിംഗ്, ആർ വർക്കിംഗ്, ആർ വർക്കിംഗ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതെന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ടെൻസ് ചേഞ്ച് ചെയ്യാത്തത് നമ്മൾ ഇമ്പറേറ്റീവിൽ മാത്രമാണ്, ഇൻ്ററോഗേറ്റീവിൽ ചേഞ്ച് ആവും. അപ്പോൾ ആർ വർക്കിംഗ് എന്നുള്ളത് മാറിയിട്ട് എന്താവണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആകണം. അവിടെ വാസ് വർക്കിംഗ് എന്നോ വേർ വർക്കിംഗ് എന്നോ വരണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ വാസ് വർക്കിംഗ് ഉണ്ട്, രണ്ടാമത്തതും വാസ് വർക്കിംഗ് ഉണ്ട്, മൂന്നാമത്തതിൽ ഹാസ് ബീൻ വർക്കിംഗ്, അത് വേണ്ട. നാലാമത്തതിൽ ഹാഡ് ബീൻ വർക്കിംഗ്, അത് വേണ്ട. കാര്യം എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആയാൽ മതി. ഓക്കെ, പെർഫെക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ ആണ് ആൻസർ വരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക്, റിപ്പോർട്ടിംഗ് വാക്കാറ്റ് വന്നത് വൈ ആണ്. ഓക്കെ, ആ റിപ്പോർട്ടിംഗ് വാക്കിന് ശേഷം, അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടേ ഓക്സിലറി വെർബ് വരാകൂ. എപ്പോഴാണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിട്ടേ ഓക്സിലറി വരാവൂ. നോക്ക്, ഇവിടെ ഓപ്ഷൻ എയിൽ വൈ ഹി വാസ് എന്ന് വന്നിരിക്കുന്നു, ഓപ്ഷൻ ബിയിൽ വൈ വാസ് ഹി എന്ന് വന്നിരിക്കുന്നു. അത് ആൻസർ തെറ്റാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് ആര് വേണം? സബ്ജക്റ്റ് വരണം. അത് കഴിഞ്ഞിട്ടേ ഓക്സിലറി വെർബ് വരാവൂ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് ആര് വരണം? അവിടെ സബ്ജക്റ്റ് വരണം. അല്ലാത്ത സമയങ്ങളിലെല്ലാം നോക്ക്, ഈ ക്വസ്റ്റ്യനിൽ നോക്ക്, വൈ കഴിഞ്ഞിട്ട് വൈ ആർ എന്നാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറിയാണ് വന്നത്. അത് ഡയറക്റ്റ് സ്പീച്ച് ആയതുകൊണ്ടാണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആണോ, അവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആര് വന്നിരിക്കണം? അവിടെ സബ്ജക്റ്റ് വന്നിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പോലീസ് ആസ്ക്ഡ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഏതാ പെർഫെക്റ്റ് എന്ന് നോക്കാം. ദ പോലീസ് ആസ്ക്ഡ് വേർ ഈസ് യുവർ ഹോം, വേർ ഹിസ് ഹോം വാസ്, വേർ ഈസ് ഹിസ് ഹോം, വേർ വാസ് ഹിസ് ഹോം. അപ്പോൾ ദ പോലീസ് ആസ്ക്ഡിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. തൊട്ട് മുമ്പേ പറഞ്ഞ നിയമമാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം വേറാണല്ലോ, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആര് വരണം? സബ്ജക്റ്റ് വരണം. ഓപ്ഷൻ എയിൽ നോക്ക്, വെയർ ഈസ്, സബ്ജക്റ്റ് വന്നില്ല, ഇത് വരില്ല. രണ്ടാമത്തത് വെയർ ഹിസ് ഹോം, ഓക്കെ ആണ്. മൂന്നാമത്തത് വെയർ ഈസ്, വെയർ കഴിഞ്ഞാൽ ഓക്സിലറി വന്നു, വരില്ല. വെയർ വാസ്, ഓക്സിലറി വന്നു, വരില്ല. സോ ആൻസർ ഏത്? ഓപ്ഷൻ ബി. അപ്പോൾ എന്താ റൂൾ പറഞ്ഞത്? ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇതിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ദ പോലീസ് ആസ്ക്ഡ് എന്ന് കാണുമ്പോൾ തന്നെ അത് ഇൻഡയറക്റ്റ് സ്പീച്ചാണെന്ന് നമുക്ക് മനസ്സിലാകും. അത്തരം സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആര് വരണം? സബ്ജക്റ്റ് വരണം. ഓപ്ഷൻ ബിയിൽ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീച്ചർ ആസ്ക്ഡ് മീ ഡാഷ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. വൈ വാസ് ഐ ലേറ്റ്, വൈ ഐ ആം ലേറ്റ്, വൈ ഐ വാസ് ലേറ്റ്, വൈ ആം ഐ ലേറ്റ്. നോക്കാം, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആര് വരണം? സബ്ജക്റ്റ് വരണം. ഓപ്ഷൻ എ വൈ വാസ്, അപ്പോൾ അത് ആൻസർ അല്ല. ഓപ്ഷൻ ബി വൈ ഐ, അത് ആൻസറായിട്ട് പരിഗണിക്കാം. ഓപ്ഷൻ സി വൈ ഐ, ഇതും ആൻസറായിട്ട് പരിഗണിക്കാം. ഓപ്ഷൻ ഡി വൈ ആം, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വന്നു, പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ബി അല്ലെങ്കിൽ സി ആണ് ആൻസർ. ഇവിടെ നോക്ക്, വൈ ഐ ആം വന്നു, ഇവിടെ ഐ വാസ് വന്നു. ഈ ഭാഗം ശ്രദ്ധിക്കുക. ദ ടീച്ചർ ആസ്ക്ഡ്, ദ ടീച്ചർ ആസ്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പുറത്തെ പാർട്ടിൽ ഏത് തന്നെ വരണം? പാസ്റ്റ് തന്നെ വരണം. ഇത് പ്രസൻ്റ് ആണ്, ആം എന്നുള്ളത് പ്രസൻ്റ് ആണ്, ആൻസർ വരില്ല. സോ ആൻസർ ഏത്? ഓക്കെ, വൈ ഐ വാസ് ലേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഷീ എക്സ്ക്ലെയിംഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. അപ്പോൾ ഇൻവെർട്ട് കോമയ്ക്കകത്ത് കിടക്കുന്ന സെൻറ്റൻസ് ഏതാ? വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്.
എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നോക്ക്, ക്വസ്റ്റ്യൻ മാർക്കില്ല, ഇത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ എന്താണ് പരിഗണിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണക്റ്റിംഗ് വേർഡ് ഏതെന്ന് പറഞ്ഞു? ദാറ്റ് പറഞ്ഞു. വെറുതെ ഒന്ന് നോക്കുക, എല്ലാത്തിലും കണക്റ്റിംഗ് വേർഡ് ഏത് തന്നെയാണ്? ദാറ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എക്സ്ക്ലമേറ്ററിയുടെയും കണക്റ്റിംഗ് വേർഡ് ദാറ്റ് തന്നെയാണ്. ഇവിടെ വേറെ ഏതെങ്കിലും കണക്റ്റിംഗ് വേർഡ് വന്നെങ്കിൽ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യാമായിരുന്നു, പക്ഷേ എല്ലാം ദാറ്റ് തന്നെയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. അതിലൊരു പ്രധാന രീതിയാണ് ഇതിനെ ഒരു സെൻറ്റൻസ് ആയിട്ട് കണക്കാക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്നാണ് അതിൻ്റെ സെൻറ്റൻസ്. അതിനെ എക്സ്ക്ലമേറ്ററി പറഞ്ഞപ്പോഴാണ് വാട്ട് എന്നൊക്കെ പറഞ്ഞത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്നുള്ളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എന്ന് വരും. നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പം കൂടുതലായി വരുന്നൊരു പ്രയോഗമാണ് ഏത്? ഇറ്റ് വാസ്. അപ്പോൾ ആ ഇറ്റ് വാസ് എന്നുള്ളത് ഓപ്ഷനിലുണ്ടെങ്കിൽ അതിന് ആൻസർ കൊടുക്കാം. ഇവിടെ ദ ചൈൽഡ് ഈസ് എന്നാണ്, അത് പറ്റില്ല. ഇറ്റ് ഈസ് എന്നാണ്, അതും വേണ്ട. ദ ചൈൽഡ് വാസ് എന്നാണ്, അതും വേണ്ട. ഇറ്റ് വാസ് എന്ന് വന്നു, അതിന് ആൻസർ ആയിട്ട് കൊടുക്കാം. സോ ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. ഒരു പ്രധാന റിപ്പോർട്ടിംഗ് രീതിയാണിത്. എന്ത് ചെയ്യുക? ഇറ്റ് വാസ് എന്നുള്ള കൺസെപ്റ്റിൽ, അതായത് ഇറ്റ് ഈസ് എന്നുള്ള സെൻറ്റൻസിനെ നമ്മൾ ഇറ്റ് വാസ് എന്ന് റിപ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ്ക്ലമേറ്ററി നമ്മൾ അത്യാവശ്യം നന്നായി പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജോൺ സെഡ് ഐ ഗോ ഔട്ട് ടു ഓഫൺ. അപ്പോൾ ഐ ഗോ ഔട്ട് ടു ഓഫൺ ആണ് ഇൻവെർട്ടർ കോമയ്ക്കകത്തുള്ള സെൻറ്റൻസ്. സബ്ജക്റ്റിൽ ആരംഭിച്ചു, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഗോയാണ് വെർബ്. അപ്പോൾ ഗോ എന്തായിട്ട് മാറണം? പാസ്റ്റായിട്ട് മാറണം അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. അപ്പോൾ വെൻഡ് എന്ന ആൻസർ വരണം. അപ്പോൾ ഓപ്ഷനിൽ ആൻസറിൽ എന്ത് വരണം? വെൻഡ് വരണം. ഓപ്ഷൻ എ ഗോയാണ്, വേണ്ട. വാസ് ഗോയിങ് വേണ്ട. ഹാഡ് ഗോൺ വേണ്ട. വെൻഡ് വരണം, വെൻഡ് വന്നു. സോ ആൻസർ ഏത്? ഓപ്ഷൻ ഡി. എളുപ്പം കഴിഞ്ഞു. LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസൻറ്റ് എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റായിട്ട് മാറണം. ഗോ എന്തായിട്ട് മാറണം? വെൻഡായിട്ട് മാറണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. ദ ഡോക്ടർ സെഡ് ടു ദ പേഷ്യൻറ്റ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. അപ്പോൾ ഇൻവെർട്ടർ കോമയ്ക്കകത്തുള്ള സെൻറ്റൻസ് ഏതാണ്? ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഗിവ് എന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇമ്പറേറ്റീവാണ്. ഇമ്പറേറ്റീവുകളുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റം വരില്ല? ടെൻസ് മാറ്റം വരില്ല. കണക്റ്റിംഗ് വേർഡായിട്ട് ഏത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. അപ്പോൾ ഗിവ് എന്നുള്ളത് എന്തായിട്ട് മാറണം? ടു ഗീവ് എന്നാവണം. ഓപ്ഷനിൽ നോക്കാം ടു ഗീവ് എവിടെയൊക്കെ ഉണ്ടെന്ന്. ഓപ്ഷൻ എയിൽ ടു ഗീവ് ഉണ്ട്. ഇവിടെ ടു സ്മോക്ക്, ദ പേഷ്യൻറ്റ് ടു സ്മോക്ക്, ആൻസർ വേണ്ട. ഇവിടെ ഗേവ് ആണ്, ടെൻസ് മാറ്റം വരില്ല. ഇവിടെ പേഷ്യൻറ്റ് സ്മോക്ക് നോട്ട് ഗുഡ്, അവിടെ എങ്ങും ഏത് വന്നില്ല? അവിടെ എങ്ങും ടു ഗീവ് എന്ന ആൻസർ വന്നില്ല. സോ ആൻസർ ഏത്? ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്? ആൻസറിലേക്ക് എത്തിയത് ഇത് ഇമ്പറേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇമ്പറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല. അപ്പോൾ ഗീവ് എന്നുള്ളത് എന്തായിട്ട് മാറണം? ടു എന്ന് വരണം. ടു ഗീവ് എന്ന് വരണം. ഈ ടു എവിടെ നിന്നാണ് വന്നത്? ഇമ്പറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ടു ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഏതെന്നൊന്ന് പറഞ്ഞേ. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ദാറ്റ് എന്ന കണക്റ്റിംഗ് വേർഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17ാമത്തെ ചോദ്യം. അനിൽ ആസ്ക്ഡ് അനു, ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ? ആർ യു ഗോയിങ്. ഓക്കെ, അപ്പോൾ ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻ്ററോഗേറ്റീവ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യനും കൂടെ വരും. ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ. ഓക്കെ, അപ്പോൾ ആർ ഗോയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ വാസ് ഗോയിങ് അല്ലെങ്കിൽ വെയർ ഗോയിങ് എന്ന് വരണം. സബ്ജക്റ്റിനനുസരിച്ച് വാസ് ഗോയിങ് അല്ലെങ്കിൽ വെയർ ഗോയിങ്. നോക്കാം, ഇവിടെ ഈസ് ഗോയിങ് പറ്റില്ല. വാസ് ഗോയിങ് ഓക്കെ ആണ്. ഹാഡ് ഗോൺ പറ്റില്ല. വിൽ ഗോ പറ്റില്ല. പറ്റാത്ത കാര്യം എന്തുകൊണ്ടാണ്? ആർ ഗോയിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരണം? പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ വരണം. ഓപ്ഷനിൽ ഒരാളേ ഉള്ളൂ. സോ ആൻസർ ഏതാണ്? വാസ് ഗോയിങ്. അപ്പോൾ അനിൽ ആസ്ക്ഡ് അനു വെദർ ഷി വാസ് ഗോയിങ് ടു സീ ഹെർ ഗ്രാൻഡ് മദർ. ഇവിടെ വെദർ എന്നൊരു വാക്ക് കണ്ടോ?
ഇവിടെ നമ്മൾ അതിലോട്ടൊന്നും എത്തേണ്ടി വന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു ഇമ്പറേറ്റീവ് ആണെങ്കിൽ ടു കണക്റ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ് കണക്റ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, കൂടുതലായി വെദറാണ് ഉപയോഗിക്കുന്നത്. ഇന്ന സ്ഥലത്ത് ഇഫ്, ഇന്ന സ്ഥലത്ത് വെദർ എന്നുള്ള നിയമമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ കാണും. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് ശ്രദ്ധിച്ചല്ലോ, 3 കണക്റ്റിംഗ് വേർഡ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വിൽ യു ഗീവ് മീ യുവർ നോട്ട് ബുക്ക്. അപ്പോൾ വിൽ യു ഗീവ് മീ യുവർ നോട്ട് ബുക്ക്. അപ്പോൾ വിൽ എന്നുള്ള വാക്കാണ് ഇതിനകത്ത് കിടക്കുന്നത്. നോട്ട് ബുക്ക് തരാമോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ചോദ്യം എന്നുള്ള നിലയിൽ ഇതിനെ മാറ്റുമ്പോഴത്തേക്കും വില്ല് ഷാൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ V2 കൺസെപ്റ്റിലേക്ക്, അതായത് വില്ല് വുഡായിട്ടാണ് മാറുന്നത്. ഏതായിട്ട് മാറുന്നത്? വുഡായിട്ട്. ഇപ്പോൾ ക്യാൻ ആണെങ്കിൽ കുഡായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഷാൾ എന്നുള്ളതാണെങ്കിൽ ഇതുപോലെ തന്നെ വുഡാറ്റോ ഷുഡാറ്റോ മാറും. ഇവിടെ വില്ലായതുകൊണ്ട് എന്തായിട്ട് മാറും? വുഡായിട്ട് മാറും. ഓപ്ഷനിൽ വുഡ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഷീ വിൽ വേണ്ട, ഇവിടെ ഷീ വുഡ്. ഓക്കെ, അത് ആൻസർ ആവാം. പിന്നീട് നോക്കുക ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അടുത്തത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്, ഇത് ഓപ്ഷൻ ഡി ആയിട്ട് കാണുക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആർ റോങ്. അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടും കറക്റ്റാണ്, രണ്ടും റോങ് ആണ് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണെന്ന് മനസ്സിലായി. ഇവിടെ വില്ല് വന്നു, വില്ലിന് വരെ ഇവിടെ എന്ത് വരണം? വുഡ് വരണം. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നുള്ളത് തെറ്റാണ്, കാര്യം ഓപ്ഷൻ എ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ എ ആൻഡ് ബി ആർ റോങ് ആണോ എന്ന് നോക്കുക. എ റോങ് ആണ്, ബിയും റോങ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ബിയെ ഫുള്ള് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കണ്ടോ പ്രയാസം കണ്ടോ? ഫുള്ള് ചെക്ക് ചെയ്യേണ്ടി വരും. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ ഷീ വുഡ് ഗീവ് ഹിം ഹർ നോട്ട് ബുക്ക്. എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഇവിടെ വിൽ യു ഗീവ് മീ എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യനാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ കണക്റ്റിംഗ് വേർഡ് വെദർ ആണ്. ഓക്കെ, വെദർ വന്നിട്ടുണ്ട്. വിൽ എന്നുള്ളത് വുഡായിട്ട് മാറും, അതും വന്നു. ഓക്കെ, വിൽ യു ഗീവ് മീ എന്നുള്ളതാണ്. വിൽ യു. ഓക്കെ, മനോജ് ആസ്ക്ഡ് ലക്ഷ്മി. ആരടുത്താണ് ചോദിച്ചത്? ലക്ഷ്മിയുടെ അടുത്താണ് ചോദിച്ചത്. സോ ലക്ഷ്മിയെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഷീ എന്ന് വിളിക്കാം. ഓക്കെ, അവിടെ യുവർ എന്നുള്ളത് ഓക്കെ ലക്ഷ്മി ആയതുകൊണ്ട് എന്ത് വന്നു? ഓക്കെ, ഹെർ എന്ന് വന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടി വന്നു. നോക്കി, വല്ലപ്പോഴൊക്കെയാണ് ഇത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഫുള്ള് നോക്കേണ്ടി വന്നു. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ മുഴുവൻ നിയമങ്ങളും നമുക്കിവിടെ എവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. സോ ആൻസർ ഓപ്ഷൻ ബി എന്നുള്ളത് ആൻസർ ഓക്കെ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ഇവിടെ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത് കറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി എന്നുള്ള റോങ് എന്നുള്ളത് രണ്ടും തെറ്റ് തന്നെയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ചില സമയങ്ങളിൽ കണ്ടോ ഇവിടെ എല്ലാ നിയമങ്ങളും അറിഞ്ഞാലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. 99% അങ്ങനെയല്ല, സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ പറഞ്ഞു പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ബോയ് സെഡ് ഐ ലൈക്ക് സ്വീറ്റ്സ്. 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. ഐ ലൈക്ക് സ്വീറ്റ്സ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ലൈക്ക് സ്വീറ്റ്സ് എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ടെൻസിന് മാറ്റം വരും. ലൈക്ക് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് എന്തായിട്ട് മാറണം? ലൈക്ക്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. ഓപ്ഷൻ നോക്കാമല്ലോ. ഓപ്ഷനിൽ ഇവിടെ ലൈക്ക്ഡ് ഉണ്ട്, ഇവിടെ ഹാഡ് ലൈക്ക്ഡ് വേണ്ട, ഇവിടെയും ലൈക്ക്ഡ് ഉണ്ട്, ഇവിടെ ഹാസ് ലൈക്ക്ഡ് വേണ്ട. കാര്യം സിമ്പിൾ പാസ്റ്റ് ആണ് ആകേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി. ശ്രദ്ധിച്ച് നോക്കി നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കാം. ഓപ്ഷൻ എ നോക്ക്, ദ ബോയ് സെയ്സ്. ഇവിടെ ചോദ്യം എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? ദ ബോയ് സെഡ്. ആ സെഡിനെ നമുക്ക് ഏതാക്കാൻ കഴിയില്ല? സെയ്സ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എയുമല്ല. സോ ആൻസർ ഏതായിട്ട് നമുക്ക് കൊടുക്കാം? ആൻസർ ഓപ്ഷൻ സി. ദ ബോയ് സെഡ് ദാറ്റ് ഹി ലൈക്ക്ഡ് സ്വീറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 20. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ്? ഹീ സെഡ് ഇറ്റ് ടു മീ. ഹീ ആസ്ക്ഡ് മീ ഡാഷ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനാണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ചോദ്യമാണല്ലോ. ഹാവ് അണ്ടർസ്റ്റുഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അപ്പോൾ ഹാവ് പ്ലസ് V3 എന്തായിട്ട് മാറണം? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ ഹാഡ് അണ്ടർസ്റ്റുഡ് ഓക്കെ ആണ്. ഹാവ് അണ്ടർസ്റ്റുഡ് വേണ്ട, ഹാവ് ബീൻ വേണ്ട, ഹാഡ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, രണ്ടെണ്ണം. ഒന്നുകിൽ ഓപ്ഷൻ എ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. അതിലേതാണെന്ന് ഒന്നും കൂടെ നോക്കാം. ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്
ഇഫ് യു ഹാഡ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഐ ആണോ യു ആണോ എന്ന് സെലക്ട് ചെയ്യണം. ചോദ്യത്തിലേക്ക് പോകാം. ഹീ സെഡ് ഇറ്റ് ടു മീ. ആരുടെ അടുത്താണ് പറഞ്ഞത്? എൻ്റെ അടുത്താണ് പറഞ്ഞത്. എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ. ഹി ആസ്ക്ഡ് മീ. അപ്പോൾ ഞാനാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ആ യു എന്ന് വിളിച്ചത് ആരെയാണ്? എന്നെയാണ്, ഫസ്റ്റ് പേഴ്സണെയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തുപയോഗിക്കണം? ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് ദിസ് ഇൻസ്ട്രക്ഷൻ എന്ന് ഉപയോഗിക്കണം. സോ ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ കണ്ടോ, യു എന്ന് വിളിച്ചത് ആരെയാണ്? എന്നെയാണ്. ഹീ സെഡ് ഇറ്റ് ടു മീ. അവൻ എന്നോട് പറഞ്ഞു. ആ എന്നോട് എന്നുള്ളത് അപ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഐ എന്നുള്ള കൺസെപ്റ്റിൽ. കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. ഹി ആസ്ക്ഡ് മീ, എൻ്റെ അടുത്ത് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ ഏത് വരും? ഐ എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 21ാമത്തെ ചോദ്യം നോക്കാം. കണ്ണൻ സെഡ് ഐ റോട്ട് എ ലെറ്റർ. അപ്പോൾ ഐ റോട്ട് എ ലെറ്റർ എന്നതാണ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള സെൻറ്റൻസ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സബ്ജക്റ്റ് തുടങ്ങി. അപ്പോൾ റോട്ടാണ് ടെൻസ്. റോട്ട് റൈറ്റിൻ്റെ പാസ്റ്റ് ആണ്. അപ്പോൾ ഇത് V2 ആണ്. V2 റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റ് ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറണം. അപ്പോൾ ആൻസറിൽ ഹാഡ് റിട്ടൺ എന്ന് വരണം. നോക്കാം. ഓപ്ഷൻ എയിൽ ഹാഡ് റിട്ടൺ ഉണ്ട്. ഓപ്ഷൻ ബി ഹാസ് റിട്ടൺ വേണ്ട. ഓപ്ഷൻ സി ഹാഡ് ബീൻ റൈറ്റിംഗ് വേണ്ട. ഇവിടെ ഓപ്ഷൻ ഡി റോട്ട് വേണ്ട. എളുപ്പത്തിൽ കിട്ടി. കണ്ട, ചില സമയത്ത് പെട്ടെന്ന് കിട്ടും. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, കണ്ണൻ സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനു, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? റീന, ഐ ആം സ്റ്റഡിയിങ് ഫോർ ദ എക്സാംസ്. മനു ആസ്ക്ഡ് റീന വാട്ട് ഷീ ഡാഷ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനു ആസ്ക്ഡ് റീന എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു റിപ്പോർട്ടിംഗ് കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആർ യു ഡൂയിങ്? ആർ ഡൂയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. ഏതായിട്ട് മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ്. നോക്കാം. ഓപ്ഷൻ എ ഈസ് ഡൂയിങ് വേണ്ട, അത് പ്രസൻ്റ് ആണ്. വാസ് ഡൂയിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വേർ ഡൂയിങ്ങും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. പാസ്റ്റ് അല്ല വേണ്ടത്, പാസ്റ്റ് കണ്ടിന്യൂസ് വേണം. അപ്പോൾ ഓപ്ഷൻ ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി. ഇവിടെ നോക്ക്. മനു ആസ്ക്ഡ് റീന വാട്ട് ഷീ. ഷീ സിംഗുലർ അല്ലേ? അപ്പോൾ പിന്നെ ഏതേ വരുള്ളൂ? വേറെ വരില്ല. ആൻസർ ഏതേ വരുള്ളൂ? വാസേ വരുള്ളൂ. സോ വാസ് ഡൂയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷീ സെഡ് ഇറ്റ് ടു ഹിം, വൈ ഡോണ്ട് യു ഗോ ടുഡേ? വൈ ഡോണ്ട് യു ഗോ ടുഡേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡോണ്ട് ഗോ, ഡോണ്ട് ഗോ. ഡോ എന്നുള്ളത്, ഡു എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്തായിട്ട് മാറണം? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. അപ്പോൾ ഡോണ്ട് ഗോ എന്നുള്ളത് ഡിഡിൻറ്റ് ഗോ എന്നായിട്ട് മാറണം. എന്തായിട്ട് മാറണം? ഡിഡിൻറ്റ് ഗോ എന്നായിട്ട് മാറണം. കാര്യം സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവണം. ഓപ്ഷൻ എ ഇവിടെ നോക്ക്. ഡോണ്ട് ഗോ വേണ്ട. വാസ് ഗോയിങ് വേണ്ട. ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഗോ ഓക്കെ ആണ്. ദെൻ വീണ്ടും ഡിഡ് നോട്ട് ഗോ. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. നോക്ക് ഇവിടെ നോക്ക്. ഇവിടെ ടുഡേ, ഇവിടെ ദാറ്റ് ഡേ. ക്വസ്റ്റ്യനിൽ ടുഡേ വന്നു. ഡയറക്റ്റ് സ്പീച്ചിലുള്ള ടുഡേ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? ദാറ്റ് ഡേ ആയിട്ട് മാറും. ടുഡേ ദാറ്റ് ഡേ ആയിട്ട് മാറും. സോ ആൻസർ ഏത്? ആൻസർ ഓപ്ഷൻ സി അല്ല. ആൻസർ ഏത്? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻസിൽ നിന്നില്ല. അടുത്ത ഒരു നിയമവും കൂടെ എന്ത് ചെയ്യേണ്ടി വന്നു? മാറ്റേണ്ടി വന്നു. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് എന്നായിട്ട് മാറും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 24ാമത്തെ ചോദ്യം. ഡോണ്ട് മേക്ക് നോയ്സ്, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഡോണ്ട് മേക്ക് നോയ്സ് ഇമ്പറേറ്റീവാണ്. കാര്യം ഡോണ്ടിലാണ് ആരംഭിച്ചത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലല്ലോ. ഡോണ്ട് മേക്ക് നോയ്സ്, ഒച്ച വെക്കരുത്, ഇമ്പറേറ്റീവാണ്. അപ്പോൾ ഡോണ്ടിൽ ആരംഭിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് ടു എന്ന് റിപ്പോർട്ടിൽ വേണം. എന്ത് വേണം? ഡോണ്ടിൽ ആരംഭിക്കുമ്പോൾ നോട്ട് ടു വേണം. ഇമ്പറേറ്റീവ് ആയതുകൊണ്ട് ടെൻസ് ചേഞ്ചും വരില്ല. മേക്കായിട്ട് തന്നെ വേണം. ടെൻസ് എന്ത് ചെയ്യില്ല? ചേഞ്ച് വരില്ല. മേക്ക് എന്തായിട്ട് തന്നെ വേണം? മേക്കായിട്ട് തന്നെ വേണം. അപ്പോൾ നോട്ട് ടു മേക്ക് എന്ന് ആൻസറിൽ വരണം. ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഡു നോട്ട് മേക്ക് അല്ല ആൻസർ. ഇവിടെ ടു മേക്ക് അല്ല ആൻസർ. നോട്ട് ടു മേക്ക്,
നോട്ട് ടു മേക്ക് അത് പരിഗണിക്കാം. ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു മേക്ക് വേണ്ട, ഒരിടത്തേ എന്ത് വന്നുള്ളൂ, നോട്ട് ടു മേക്ക് വന്നുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫോർ ദ ഫോളോയിങ്. കീപ് ക്വയറ്റ് said the mother to the child. The mother asked the child dash. അപ്പോൾ കീപ് ക്വയറ്റ് ഇതാണ് ഇൻവെർട്ട് കോമയ്ക്കകത്തുള്ളത്. വെർബിൽ ആരംഭിച്ചു, ഇമ്പറേറ്റീവാണ്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല, കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അപ്പോൾ കീപ്പ് എന്നുള്ളത് എന്തായിട്ട് മാറണം, ടു കീപ്പ് എന്നായി മാറണം. ടെൻസിന് ചേഞ്ച് വരില്ല, ടു കീപ്പ് എന്ന് മാറണം. ഓപ്ഷൻ നോക്കാം. ഫോർ കീപ്പിംഗ് തെറ്റ്, ടു കീപ്പ് ഓക്കെ ആണ്, ഷുഡ് കീപ്പ് തെറ്റ്, ഓക്കെ. കെപ്റ്റ് ടെൻസ് മാറി തെറ്റ്. ഒറ്റ അടുത്ത് ഏത് വന്നോളൂ, ടു വന്നോളൂ. ടു കീപ്പ് ഇമ്പറേറ്റീവിൻ്റെ കണക്റ്റിംഗ് വേർഡാണ് ടു. അപ്പോൾ കീപ്പ് എന്തായിട്ട് മാറണം, ടു കീപ്പ്. ഇനി ഇവിടെ ടു കെപ്റ്റ് വന്ന ആൻസർ ശരിയാവുമോ, ശരിയാകില്ല. കാര്യം എന്താ, ഇമ്പറേറ്റീവിൽ ടെൻസ് ചേഞ്ച് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 2019 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 2013 വരെ നോക്കുമ്പോൾ ഏകദേശം 190ഓളം ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്. നമുക്കിങ്ങനെ അത് ചർച്ച ചെയ്ത് പോകാമെങ്കിൽ, അപ്പോൾ ഒരു പ്രാഥമികമായ രീതിയിൽ റിപ്പോർട്ട് സ്പീച്ചിനെ ഒന്ന് മനസ്സിലാക്കിയാൽ പരീക്ഷയുടെ അവസാനത്തെ സമയങ്ങളിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോയാൽ ഈസി ആയിട്ട് നമുക്ക് റിവിഷനും നടക്കും, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും കഴിയും, ഒരു മാർക്ക് പോലും പരീക്ഷാ ഹാളിൽ പോകുകയില്ല. ഇതാണ് പഠനത്തിൻ്റെ ഒരു മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.